അപ്പം മഹല്ല് തലങ്ങളിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിക്കണം എന്നതാണ്. ഈമാൻ സംരക്ഷിക്കണമെങ്കിൽ ഈമാന്റെ അടിസ്ഥാനം അറിഞ്ഞിരിക്കണം. ഈമാന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മുത്തുനബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാർക്കെല്ലാം ഉണ്ടോ അവരാണ് ഏറ്റവും ഈമാനുള്ള ആൾക്കാര്. അതാർക്ക് കുറയുന്നുണ്ടോ അവർക്ക് ഈമാൻ സ്വാഭാവികമായിട്ടും കുറയും. ഈമാനിന് ചില പ്രത്യേക അടിസ്ഥാനങ്ങളുണ്ട്. ഈമാൻ കാമിലാവും. കാമിലാകുന്ന എല്ലാം നാക്കിസാവും. നമ്മളിങ്ങനെ നമ്മളെ പള്ളിയിലൊക്കെ ആരെങ്കിലും മരിച്ചാല് ദിക്ർ ഉണ്ടാവുമല്ലോ. അപ്പൊ ദിക്ർ തുടങ്ങണതിന്റെ മുമ്പ് ഇമാമ് പറയും ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും. 3 ഹദീസുകൾ ഒന്നാക്കിയതാണത്. വസയ്യിനൂ അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദൂ ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കുക. ഈമാൻ പുതിയതാവും. പുതിയതാണ് എല്ലാ സാധനവും പഴയതാവും. എന്തെല്ലാം സാധനം പുതിയതാവോ അതൊക്കെ പഴയതാവും. അപ്പൊ ഈമാൻ പഴയതാവും, ഈമാൻ പുതിയതാവും. ഈമാൻ കൂടും. അൽക്കഫിലുണ്ടല്ലോ സാദത്തുഹും ഈമാന. അൽക്കഫുകാരെ ചെറുപ്പക്കാരെ പറ്റി പറഞ്ഞു കൊടുത്ത് പറയുന്നുണ്ട് അവർക്ക് ഈമാനിനെ കൂട്ടി. ഈമാൻ കൂടുമെങ്കിൽ ഈമാൻ കുറയും ചെയ്യും. അപ്പൊ ഈമാൻ കൂടും, ഈമാൻ കുറയും, ഈമാൻ ഭംഗിയുള്ളതാകും, ഈമാൻ ഭംഗിയില്ലാത്തതാകും. ഈമാന്റെ കമാലിയത്ത്, ഈമാന്റെ നുക്സാനിയത്ത്. ഈമാന്റെ കമാലിയത്ത് ഷഹാദത്ത് കലിമയുടെ 2ാം ഷിക്കിലാണ് കിടക്കുന്നത്. വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ളിടത്താണ് ഈമാന്റെ കമാലിയത്ത് കിടക്കുന്നത്. കാമിലായ ഈമാനിന്റെ ഉദാഹരണം മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്താ വിഷയം? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം. ഇത് നമ്മളെ മഹല്ലിലെ ആൾക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഓലെ ഈമാൻ സംരക്ഷിക്കപ്പെടും. കഴിഞ്ഞ കാലങ്ങൾ എടുത്താലും വരാൻ പോകുന്ന കാലം എടുത്താലും ഈമാനിൽ ഒരാൾക്ക് സംശയം വരിക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയിലായിരിക്കും ആ സംശയം വരിക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വരുന്ന കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു കാര്യം അതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ ആ സംശയം വരിക. നബി തങ്ങളുടെ വിവാഹം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ഇങ്ങനെ നബി തങ്ങളുടെ നടപടിക്രമങ്ങൾ, മുത്തുനബിയുടെ വാക്കുകൾ, പുന്നാര നബിയുടെ പ്രവർത്തനങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിലൊക്കെയാണ് വരും കാലത്ത് സംശയം ഉണ്ടാവുക. എന്നോട് ഇപ്പൊ അടുത്തൊരാള് ചോദിച്ച്, ഈ സുർക്ക ധാരാളമായി കൂട്ടിയാല്, സുർക്ക ഉണ്ടല്ലോ സുർക്ക, വിനാഗിരി, സുർക്ക ധാരാളമായി കഴിച്ചാല് ആണുങ്ങൾക്ക് മൂത്രക്കടച്ചിലും ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് വെള്ളപോക്ക് എന്ന് പറഞ്ഞ അസ്ഥിയുരുക്കം എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും. മുത്തുനബി ആണെങ്കിൽ സുർക്ക കൂട്ടാൻ പറയും ചെയ്തിട്ടുണ്ട്. ഇത് തമ്മിൽ എതിരായില്ലേ എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു വാക്കിൽ ലവലേശം സംശയം വന്നാൽ ഈമാൻ പോകും. എനിക്ക് മനസ്സിലായിട്ടില്ല നോക്കണതിന് കുഴപ്പമൊന്നുമില്ല. എന്തേലൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലേ ഹിക്മത്ത്, എനിക്കത് തിരിയായിട്ട് ഇക്കാരം എന്ന് വെക്കണതിന് കുഴപ്പമൊന്നുമില്ല. പടച്ചോനെ പറഞ്ഞോടുത്ത് തെറ്റിയോന്നാവോ എന്ന് തോന്നിയാൽ ഈമാൻ പോയിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും വാക്കുകളിലോ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലോ ആ വാക്ക് ഉണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചാൽ പ്രശ്നമല്ല കേട്ടോ. ചിലർ പറയും ചില ഹദീസ് ദഈഫാണ് എന്ന് പറയും, മൗദൂ ആണ് എന്ന് പറയും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നബി ഉദാഹരണമായിട്ട് ഒരു ചോദ്യം നമ്മളെ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന സുന്നികളുടേതല്ലാത്ത ഒരു പ്രസിദ്ധീകരണത്തിൽ ഒരിക്കലൊരു ചോദ്യം വന്നു. പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ പറഞ്ഞതായി കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ എന്നാണ് ചോദ്യം. പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ പറഞ്ഞതായി കേൾക്കുന്നുണ്ട്, ശരിയാണോ? ഉത്തരം, പല്ലിയെ കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനുഷിക മൂല്യങ്ങളോട് അത് യോജിക്കുന്നതാണെന്ന് തോന്നുന്നില്ല. എന്താ പറഞ്ഞ്? അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോകൂലായിരുന്നു. ആ ഹദീസ് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാലും പോകൂലായിരുന്നു. പറഞ്ഞ എന്തേ? പല്ലിയെ കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയായ പരമ്പരയിലൂടെ തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്ന് പറഞ്ഞാ പിന്നെ ഇനി ബാക്കി പറയണ്ട, അതിന്റെ മുമ്പ് തന്നെ ആള് പോയി.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും വാക്കിലോ പ്രവർത്തനങ്ങളിലോ സമീപനങ്ങളിലോ ലവലേശം സംശയം വന്നാൽ ഇസ്ലാം ദീനിൽ നിന്ന് അവൻ പോയിരിക്കും. ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഈമാന്റെ അസ്ല് എന്ന് പറഞ്ഞത്. ഇത് നമ്മളെ ആൾക്കാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഒലയിമാൻ പോകും, ഒലയിമാൻ പോയിരിക്കും. അപ്പൊ സംശയങ്ങൾ വരാം, അതിന് കുഴപ്പമില്ല. പക്ഷെ എനിക്കത് മനസ്സിലാകായിട്ട് ഇക്കാരം എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. പടച്ചോനെ എന്തേലും അബദ്ധം പറ്റുമോന്ന് ആ റബ്ബേന്ന് തോന്നാൻ പാടില്ല. ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പന തോട്ടത്തിൽ ചെന്നു. അപ്പൊ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി. നബി തങ്ങളെ കണ്ടപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, ഒരാട്ടിടയന്റെ കൂടെ ശയ്യയിൽ കിടന്നുറങ്ങാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇതറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് അവൾക്കൊരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞു എന്നാണ്. അല്ലാ, ഇതെണ്ടായിന്നാവോന്ന് തോന്നിയാ മതി, സംഗതി പോയി. ഇന്റെ നബിന്റെ ഇരുന്ന് അങ്ങനെ ഉണ്ടാവൂലെന്ന് തോന്നുകയാണെങ്കിൽ ഈമാൻ പോവില്ല. ഇതാണ് അസ്ലി. ഇത് നമ്മളെ മഹല്ലത്തേർക്ക് എത്രത്തോളം ഉണ്ട്, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പുണ്യനബിയോടുള്ള താല്പര്യം, അതാണ് ഈമാന്റെ അസ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ലവലേശം സംശയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്താ സംഭവം? സംഭവം ഒന്നുമില്ല. നബിതങ്ങൾ മദീനയിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാള് നബിതങ്ങൾ വന്നേക്കിന് മോളോട് പറഞ്ഞു, മദീനത്തൊരു രാജാവ് വന്നിട്ടുണ്ട്, ഞാൻ അന്നെ മദീനത്തെ രാജാവിനെ കൊണ്ട് കെട്ടിക്കട്ടെ ചോദിച്ചു. മോള് പറഞ്ഞു, രാജാവിനെ കൊണ്ടല്ലേ കെട്ടിച്ചോളി പറഞ്ഞു. അങ്ങനെ നിക്കാഹ് നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പുതിയാപ്പള, നബിതങ്ങൾ കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഒരു ഈത്തപ്പനത്തോട്ടത്തിലാണ്. ഈത്തപ്പനത്തോട്ടത്തിലാണ് പന്തലിട്ടിരുന്നത് നടത്താൻ. നമ്മൾ തെങ്ങും തോട്ടത്തിൽ ഇട്ടമാതിരി ഈത്തപ്പനത്തോട്ടത്തിലാണ് ഇട്ടിരുന്നത്. പെണ്ണിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബത്തും ഉണ്ട്, സൽക്കാരൊക്കെ നടക്കുകയാണ്. അവിടെ വെച്ച് ഈ പെണ്ണ് ആദ്യമായി ഭർത്താവായ മുത്തുനബിനെ കാണുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ പറഞ്ഞിരുന്നത് മദീനത്തെ രാജാവാന്നാണ്. കണ്ടു നോക്കുമ്പോ രാജാവല്ല എന്ന് തോന്നിയപ്പോ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എന്നോട് രാജാവിനെ കൊണ്ട് കെട്ടിക്കാന്നല്ലേ പറഞ്ഞിരുന്നത്, ഇത് ഇവിടുത്തെ രാജാവൊന്നല്ലല്ലോ എന്ന് വിവരം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോ, നിങ്ങൾ ഓക്കെ ഇദ്ധരിക്കല്ല തുണിങ്ങുപ്പായും കൊടുത്താളി എന്നാണ്ട് ത്വലാഖ് ചൊല്ലി പറഞ്ഞയച്ചു എന്നാണ് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കുഴപ്പമില്ല എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ, അതിന്റെ മുമ്പ് ഇമാം പോകാൻ പാടില്ല. ഇതാണ് സംഗതി. അതിന്റെ മുമ്പ് നമ്മൾ ഇമാം പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ ഓരോ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. സുർക്കന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. സുർക്ക് ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീട്ടിൽ വന്നപ്പോ ഭക്ഷണം എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ റൊട്ടിയാണ് ഉള്ളതെന്ന് പറഞ്ഞു. റൊട്ടിക്ക് എന്തേലും കൂട്ടാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കൂട്ടാൻ സുർക്കയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ സുർക്ക നല്ല കൂട്ടാനാണ് കൊണ്ടുപോവാന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ അതിന് കിട്ടണത് വേറൊന്നും ഇല്ലെങ്കിൽ സുർക്ക നല്ല കൂട്ടാനാണെന്നാണ്, അല്ലാതെ എപ്പോഴും സുർക്ക കൂട്ടണം എന്നതിന് കിട്ടൂല. വേറെ വിഷയം ഞങ്ങളുടെ അതിന്റെ കൂട്ടത്തിൽ പറയാം. ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് ആയിക്കെന്ന് പഠിക്കണം വേണ്ടേ. കാരണം ഹദീസ് എന്ന് പറഞ്ഞത് വഹീന്റെ ഇൽമാണ്. അതിലുള്ള സംശയങ്ങളുടെ മറുപടി അതിൽ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഏത് ഹദീസിൽ സംശയം തോന്നിയാലും ഈ ഹദീസ് എവിടെയുള്ളത്, ആരാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, എന്താണ് അതിന്റെ മുഴുവൻ രൂപം, ഏത് സാഹചര്യത്തിലാണ് ആ സംസാരം ഉണ്ടായിട്ടുള്ളത് എന്നത് പരിശോധിക്കണം. പിന്നെ ഹദീസുകളൊക്കെ ലൈഫാക്കണ ഒരു പരിപാടി ഇന്ന് വളരെ കൂടുതലായിട്ടുണ്ട്. നമ്മൾ ഏത് ഹദീസ് ഇപ്പൊ നെറ്റിലടിച്ചാലും ആദ്യം ഗൈറു സഹിയാണ് എന്നാ വരിക. അതെന്താ വെച്ചാൽ അതിൽ വലിയൊരു കൈകടത്തൽ നടന്നിട്ടുണ്ട്. കുറേ ഹദീസ് ലൈഫായി കിട്ടിയാൽ കുറച്ച് ആൾക്കാർക്ക് പിടിച്ചിക്കാൻ പറ്റും, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നാൽ ചിലതൊക്കെ അങ്ങനെ ഇല്ല. നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഈ പിന്നെ മഹല്ല സംഗമങ്ങളിലൊക്കെ ഓതാറുള്ള ഒരു ഹദീസ് ഉണ്ട്. സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹന്നാസു കുല്ലു വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും അൽ ഉമറാഉ അൽ ഉലമാഉ വൽ ഉമറാ എന്ന് പറയുന്നത്. ഫൈദുൽ ഖദീറിലെ ബഹുമാനപ്പെട്ട അബ്ദുർ റഊഫ് നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ സനദിൽ ളുഅഫുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം, അതിന്റെ ആശയത്തിൽ ഒരു പ്രശ്നമില്ല. അതിന്റെ സനദിലൊരു ളുഅഫുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കി കൊടുത്തൊരു പ്രശ്നമുണ്ട്. സമൂഹത്തിലെ രണ്ട് വിഭാഗം നന്നായാൽ എല്ലാവരും നന്നാവും, സമൂഹത്തിലെ രണ്ട് വിഭാഗം കേടെന്നാൽ എല്ലാവരും കേടുവരും.
അൽ ഉലമാ ഉ വൽ ഉമറ എന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിച്ചത് ഉലമാഇന്റെ ഓപ്പോസിറ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ജാഹിലിങ്ങളെ ഇക്കാരെന്നാണ്. അല്ലുലമാവു എന്ന് പറഞ്ഞാൽ വിവരമുള്ളവര്, അപ്പൊ അല്ല ഉമറാവു എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവര് നമ്മൾ വിചാരിച്ചേ. സത്യത്തിൽ അങ്ങനല്ല. ഉമറാ എന്ന് പറഞ്ഞ ആദ്യത്തെ ഉമറാ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബാണ് റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിക്കപ്പെട്ട ആൾ ഉമർ ബിൻ ഖത്താബ റളിയല്ലാഹു അൻഹു. അതിന് മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫ എന്നാണ് വിളിച്ചിരുന്നത്. ഖലീഫത്തു റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ എന്നാണ് വിളിച്ചത്. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തപ്പോ ഖലീഫത്തു റസൂലില്ലാ എന്ന് വിളിച്ചു. മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയുടെ പ്രതിനിധി. അപ്പൊ ഇതിങ്ങനെ പേര് വലുതായി വരികയാണല്ലോ. അപ്പൊ അതെന്താ കാട്ടുക എന്നുള്ള ഒരു ചർച്ചക്കൊടുവിലും ചുരുക്കി വിളിക്കാൻ തീരുമാനിച്ചു. എല്ലാവർക്കും ഒരു പേരായിക്കോട്ടെ, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചു. അതാണ് പിന്നെ നമ്മൾ ഉമറാ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഗതി. അപ്പൊ ഉമറാ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വിവരമില്ലാത്തവർ എന്നല്ല, ഉലമാ തന്നെയാണ് യഥാർത്ഥത്തിൽ ഉമറാ. പിന്നെ അവിടെ വേറൊരു കാര്യം എന്താ വെച്ചാല്, എല്ലാ ഉലമാവും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നില്ല. കാര്യങ്ങളെ, വിഷയങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കി നിയമം പറയുന്നവരും അത് നടപ്പിൽ വരുത്തുന്നവരും എന്നതാണ് ഉലമാ കൊണ്ടും ഉമറാ കൊണ്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഉലമാന്റെ തീരുമാനത്തെ നടപ്പിൽ വരുത്തുക, ഇതാണ് ഉലമാവും ഉമറാവും നന്നാകുക പറഞ്ഞാല്. അല്ലാതെ ഉലമാവും ഉമറാവും നന്നാകുക എന്ന് പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ ഓലങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ചോറൊക്കെ കഴിച്ചങ്ങാണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുങ്ങാണ്ട് എന്നല്ല ഈ നന്നാവല്. ഉലമാ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉമറാക്കൾ, അതാണ് അല്ലുലമാ വൽ ഉമറാ. ഓര് രണ്ടാളും നന്നാകുക എന്ന് പറഞ്ഞാൽ ഇതാണ് നന്നാവല്. ഉലമാഇന്റെ നിർദ്ദേശം നടപ്പിൽ വരുത്തുന്ന ഉമറാക്കളാവലാണ് ഈ നന്നാവൽ. അങ്ങനെ ഉണ്ടായാൽ സമൂഹം നന്നായി, ഇല്ലെങ്കിൽ സമൂഹം കേടുവരും എന്നാണ്. ഹദീസിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ആ ഹദീസ് ഓർമ്മ വന്നതും ഇവിടെ സാന്ദർഭികമായും പറയേണ്ടതുമായ ഒന്നായതുകൊണ്ട് സൂചിപ്പിച്ചതാണ്.